ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്ന് പാരീസ് ആൻഡ് സ്വിറ്റ്സർലൻഡ് പോവാണ് ഗൈസ്. അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ ജസ്റ്റിൻ ഭായ് ഉണ്ട്. ജസ്റ്റിൻ ഭായ് ആണ് നമ്മളെ കൊണ്ട് വിടുന്നത്. രാത്രി 2 മണി കഴിഞ്ഞു. അമ്മയെ അച്ഛനെ ഞാൻ വിളിച്ചിരുത്തിയത്. അച്ഛൻ കൂട്ടുകാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ജോർദാൻ വഴി ഞങ്ങൾ നേരെ പാരീസ് പോകുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി സ്വിറ്റ്സർലൻഡ് പോകുന്നു. അപ്പൊ ഞങ്ങള് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ മുഴുവൻ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫ്ലൈറ്റ് ദുബായിൽ നിന്നാണ്. ജസ്റ്റിനാണ് നമ്മളെ കൊണ്ട് വിടുന്നത്. തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ആക്ച്വലി ഇന്ന് റേഞ്ച് റോഡ് എടുത്താ പോകുന്നത് എയർപോർട്ടിലോട്ട്. നമ്മുടെ ഭീമോ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ദുബായ് എയർപോർട്ടിലെത്തി. ജസ്റ്റിൻ ഭായ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങളങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. റോയൽ ജോർദാൻ എയർവേസിൽ നേരെ അമാൻ പോകുന്നു. അവിടെ നേരെ പാരീസ്. ഓക്കെ, അപ്പൊ പോയിട്ട് വരാം. ബൈ ബൈ. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണേ. രാത്രി 3:10 കൊച്ചു വെളുപ്പാങ്കാലമായി. ഓക്കെ ബ്രോ, അവിടെ ചെന്നിട്ട് മെസ്സേജ് ഇടേ. ബൈ ബൈ. 6:45 നമ്മുടെ ഫ്ലൈറ്റ്. ചെക്കിന് ഇതൊരു ഓപ്പൺ ആയിട്ടില്ല. ഞാൻ വിചാരിച്ചത് 6 മണിക്കാണെന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് 6:45 ചതിച്ചതാ ഗൈസ്, എന്നെ ചതിച്ചതാ എൻ്റെ ഭാര്യ. നേരത്തെ പ്ലാൻ ചെയ്തിവിടെ വന്ന എന്തെങ്കിലും റോഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ വരട്ടെ, എൻ്റെ സ്വഭാവം മനസ്സിലാക്കി നേരത്തെ വരാൻ വേണ്ടി ചെയ്താ. ഇതിനകത്ത് എനിക്ക് ഒരു പങ്കുമില്ല. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് പോസ്റ്റായിട്ടിരിക്കാം. ഞങ്ങൾ ചെക്കിനെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ഡിപ്പാച്ചർ ഗേറ്റ്സിലോട്ട് പോവാണ്. രാത്രിയിൽ നമ്മളുടെ ദുബായ് എയർപോർട്ടിൻ്റെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് കിടക്കുന്ന ഒരു വ്യൂ ഉണ്ടാവും. നല്ല രസമല്ലേ? നല്ല ഫ്ലൈറ്റ്സ് ഇങ്ങനെ വന്ന് നമ്മുടെ ടെർമിനൽ 3 ആണിത്. നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത് ടെർമിനൽ 1 നിന്നാണ്. അങ്ങനെ നമ്മൾ അഹ്ലാൻ്റെ ഫസ്റ്റ് ക്ലാസ് ലോഞ്ചിൽ ദുബായ് എയർപോർട്ടിലാണ്. നമ്മൾ ഇവിടോട്ട് ആക്സസ് ചെയ്യാൻ പോകണം. നമുക്ക് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആക്സസ് ചെയ്യാം. ഭയങ്കര ബിസി കേട്ടോ ഇവിടെ. ഈ ലോഞ്ചിലെ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് സാലഡ്സൊക്കെ ഉണ്ട്, സം കറീസ്, സം ഫുഡ്. രാവിലെ 4:35 ഞങ്ങളിവിടെ വന്നപ്പോഴേ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എടുത്തു. സൂപ്പ് കുറച്ചെടുത്തു, പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ്, പിന്നെ കുറച്ച് സൂപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെയുണ്ട് ദുബായിലെ ലോഞ്ച് എക്സ്പീരിയൻസ്. UK-ലാണോ നല്ലത്, ദുബായിലാണോ നല്ലത്, അല്ലെങ്കിൽ ഇന്ത്യയിലാണോ നല്ലത്? ദുബായ്. ഇനി കംപ്ലൈൻറ്റ് ചെയ്തില്ലല്ലോ. ദുബായ് ഇസ് ദ ബെസ്റ്റ്. നമ്മളിന്ന് ഫ്ലൈ ചെയ്യുന്നത് റോയൽ ജോർദാനിയൻ എയർലൈൻസിലാട്ടോ. നമ്മളെല്ലാം ചെക്കിനെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ ഫ്ലൈറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ പോകണം. ഈ ഫ്ലൈറ്റിലാണ് നമ്മളിന്ന് പോകുന്നത്. നേരെ അമാൻ പോവും. അമാനിൽ നിന്നാണ് നമ്മൾ നേരെ പാരീസിലോട്ട് കണക്റ്റ് ആവുന്നത്. ഇവിടുന്ന് 4 hours ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ ജോർദാനിലെ അമാൻ എയർപോർട്ടിലെത്തി. റോയൽ ജോർദാനിയൻ എയർക്രാഫ്റ്റിലാണ് എത്തിയത്. അവരുടെ ഒരു മെയിൻ ഹബ്ബാണ് ഇവിടെ എന്ന് പറയുന്നത്. 1963 ഇവരുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഈ കാണുന്ന എയർക്രാഫ്റ്റിലാണ് എത്തിയത്. എയർബസ് A321. ഓൾമോസ്റ്റ് 14 വർഷം പഴക്കമുണ്ട് ഈ ഫ്ലൈറ്റിന്. അങ്ങനെ ഇനി നമ്മളുടെ അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ പോവാണ്. ഇനി നമ്മളുടെ ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ പാരീസ് CDGയിലോട്ട് പോകുന്നത്. ഇതൊരു എയർബസ് A321 സോ ലെറ്റ്സ് ഗോ. ഈ ഫ്ലൈറ്റിലെ ക്രൂ ആട്ടോ. ആക്ച്വലി ഇവർ ഭയങ്കര റൂഡായിട്ട് ഇവർ പെരുമാറുന്നത്. ഒട്ടും ഒരു മയമില്ല ഇവർ പെരുമാറുന്നതിനകത്ത്. വളരെ അധികം ഗതികേടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഫ്ലൈറ്റ് എടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്രൂവിനകത്തുനിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കണം. നമ്മളിന്ന് ട്രാവൽ ചെയ്ത് വന്ന റൂട്ടായത്. നമ്മൾ ജോർദാനിൽ നിന്ന് അമ്മാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നേരെ ഇസ്രായേലിൻ്റെ എയർ സ്പേസിൽ കൂടെ ടെൽ അവീവിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ പറന്ന് നമ്മൾ ടർക്കിയിലെത്തി. ടർക്കിയിൽ അന്റാലിയ,
അങ്ങനെ അവിടെ നിന്നെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് നമ്മൾ ഗ്രീസിലോട്ട് കയറി, അൽബേനിയ വന്നു, പിന്നെ അവിടെ നിന്ന് നേരെ ക്രൊയേഷ്യയുടെ ആ ഒരു സൈഡിലോട്ട് കയറി, നേരെ ഇറ്റലിയുടെ മേളിൽ കൂടെ പറന്ന് നേരെ നമ്മൾ പിന്നെ സ്വിറ്റ്സർലൻഡിനെ കട്ട് ചെയ്ത് നേരെ നമ്മൾ ഫ്രാൻസിലോട്ട് കയറി. നമുക്കിനി ഡിസ്റ്റൻസ് ടു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വെറും 17 മിനിറ്റ്സേ ഉള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ പാരീസ് എയർപോർട്ടിൽ എത്താറായി. പാരീസ് എയർപോർട്ടിൻ്റെ പേരാണ് CDG എയർപോർട്ട്. കണ്ടോ മക്കളെ, കണ്ടോ പാരീസ്, കണ്ടോ. നമ്മളിപ്പോൾ ഒരു 2 to 3 മിനിറ്റ്സിനുള്ളിൽ ലാൻഡ് ചെയ്യും കേട്ടോ. ഫ്രഞ്ച് ഡിസൈൻസ് ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പാരീസിൽ ലാൻഡ് ചെയ്യും. So this is Paris city from the sky. ഇതൊരു മോട്ടോവേ കേട്ടോ. ലാൻഡ് ചെയ്യണം മക്കളെ. ഇപ്പം ലാൻഡ് ചെയ്യും, ഉടനെ തന്നെ ലാൻഡ് ചെയ്യും. ദേ ലാൻഡ് ചെയ്തു. യെസ്, കൈയൊക്കെ അടിക്കുന്നുണ്ടല്ലോ. മാത്രമല്ലേ, ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറയാൻ വന്നതല്ല, ഞാൻ വിഴുങ്ങി. അവിടെ വേറെ എയർ ഫ്രാൻസിൻ്റെ ഒക്കെ ഫ്ലൈറ്റ്സ് കിടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ എയർ ഫ്രാൻസിൻ്റെ ഫ്ലൈറ്റ്സ്, മുഴുവൻ എയർ ഫ്രാൻസിൻ്റെ ഫ്ലൈറ്റ്സാണ്. അങ്ങനെ നമ്മൾ CDG എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. പാരീസ്, വെൽക്കം ടു പാരീസ്. പാരീസ് എയർപോർട്ട്. ഞങ്ങൾ ജസ്റ്റ് ഫ്ലൈറ്റിന് വെളിയിലോട്ട് ഇറങ്ങി, ഇമിഗ്രേഷന് പോവാണ്. നമ്മൾ ഏത് രാജ്യത്തോട് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് വരരുത്. നേരെ ഏതെങ്കിലും ATM പോവുക. നമ്മളുടെ ഹോം കറൻസി ഏതാണോ, ഹോം കാർഡ് ഏതാണോ, ആ കാർഡ് വെച്ചിട്ട് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് ബെറ്റർ റേറ്റ്സ് കിട്ടും. അല്ലാതെ ഒരിക്കലും നിങ്ങൾ കറൻസി എക്സ്ചേഞ്ച് വഴിയോ കാര്യങ്ങളോ ഒന്നും വിഡ്രോ ചെയ്തുകൊണ്ട് വരരുത്. ഭയങ്കര നഷ്ടം വരും കേട്ടോ. അങ്ങനെയാണ് കറൻസി എപ്പോഴും എക്സ്ചേഞ്ച് ചെയ്യുന്നത്, എപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഫോളോ ചെയ്തോ, ശരിക്കും നിങ്ങൾക്ക് പൈസ ലാഭിക്കാം. ഇതാണ് ഫ്രാൻസ് എയർപോർട്ട്. ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് എയർപോർട്ടെന്നൊന്നും പറയാനില്ല, പക്ഷേ വലിയൊരു എയർപോർട്ടാണ്. നമ്മളുടെ ബെസ്റ്റ് വരുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ ഹോട്ടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോവുകയാണ് നമ്മളുടെ ഗൈഡാണ് ഈ ഫ്രണ്ടിൽ നടക്കുന്ന ആൾ. ഇദ്ദേഹമാണ് നമ്മളെ നയിക്കുന്നത്. എയർപോർട്ടുണ്ടോ? ഈ പാരീസ് എയർപോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ ഒരു ടെർമിനലിൽ നിന്ന് വേറെ ടെർമിനലിലോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ സൈഡിൽ നിന്നാണ് ബസ് ഉള്ളത്. നമുക്കറിയാമല്ലോ, UK ആണെങ്കിലും ബസ്സും ട്രെയിനും കോച്ചും എയർപോർട്ടും എല്ലാം വെൽ കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പാരീസിലും കാണാം പലയിടത്തും ട്രെയിൻസിലോട്ടുള്ള ഡയറക്ഷൻസും ബസ്സിലോട്ടുള്ള ഡയറക്ഷൻസും ഒക്കെ കാണാം. അതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെയാണെങ്കിലും ഷോപ്പിംഗ് സ്പേസസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ ചെറിയ ഷോപ്പിംഗ് സ്പേസസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളല്ല. നമ്മൾ മുമ്പേ ആകാശത്ത് നിന്ന് കണ്ടില്ല എയർ ഫ്രാൻസിൻ്റെ ഫ്ലൈറ്റ്സ്, അതെല്ലാം ഇവിടെ കിടക്കുന്ന കാണാം. അവരുടെ മെയിൻ ഹബ്ബാണല്ലോ ഇവിടെ. എയർ ഫ്രാൻസിൻ്റെ ഫ്ലൈറ്റ്സ് ഒക്കെ ഉണ്ടോ? നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ പോലൊക്കെ ഉണ്ടല്ലേ. വേറെ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം സൗത്ത്. നമ്മളങ്ങനെ നമ്മളുടെ എയർപോർട്ട് കോച്ച് എടുത്ത് നമ്മുടെ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ടൂർ ഗൈഡ് ഇവിടെ ബ്രീഫിംഗ് ഒക്കെ തരുന്നുണ്ട്. റോഡ്സൊക്കെ UK-ക്കാളും ഒക്കെ UAE വെച്ചൊന്ന് കമ്പയർ ചെയ്തത് ഇതാണ് നമ്മുടെ ഈ പാരീസിലെ റോഡ്സ് ഒക്കെ നീറ്റാണ്, പക്ഷേ ഭയങ്കര അടിപൊളിയൊന്നുമല്ല. ഇതാണ് നാഷണൽ ഹോട്ടൽ. 86,000 പേർക്ക് നമ്മുടെ ഒളിമ്പിക്സിൻ്റെ സ്റ്റാർട്ടിങ് എൻഡിങ് ഒക്കെ ഇവിടെയായിരുന്നു. കട്ട
ട്രാഫിക്കാണ്. നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലോട്ട് പോകുന്ന വഴിയാണ്. ഒരു രക്ഷയില്ല, കട്ട ട്രാഫിക്കാണ്. കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, പക്ഷെ 1 hour കാണിക്കുന്നത്. ഇങ്ങനെ എഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എഴഞ്ഞ് ഹോട്ടലിലെത്തി. ഇനി ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകണം ഗൈസ്. ചെക്ക് ഇൻ ചെയ്യണ്ടേ? റൂമിൽ കയറണ്ടേ? അതെ, കാറൊക്കെ ഉള്ള അല്ലേ. ഇതാണ് നമ്മളുടെ റൂം. മൊത്തത്തിലൊരു ആനിമൽ തീമിലാണ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹോട്ടൽ മൊത്തത്തിലല്ലേ. ഇതുണ്ടോ ഈ പണ്ടത്തെ നമ്മുടെ ഫോണൊക്കെ പോലെ കണ്ടോ, അടിപൊളി. കിയയുടെ ഒരു ഷോറൂം ഒക്കെ ഉണ്ട് നേരെ ഓപ്പോസിറ്റ്. ഇതാണ് ഞങ്ങളുടെ പാരീസിലെ റൂം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് പാരീസ്? ഇപ്പം ഇവിടെ എത്ര മണിയായി? 5 മണിയാവുന്നു. ആ സമയത്തേക്കെല്ലാം ഇരുട്ടി, എല്ലാവരും വീട്ടിലോട്ട് കയറാനുള്ള പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷ്നപ്പ് ആവട്ടെ. എന്നിട്ട് ഇന്ന് കുറച്ച് ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബാക്കിയുള്ള കാഴ്ചകൾ അന്നേരം അവിടെ വെച്ച് നമുക്ക് കാണാം. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഉണ്ട്, ഭയങ്കര സിമ്പിൾ ഇൻറ്റീരിയേഴ്സാണ്. പക്ഷേ എന്നാൽ അതേ സമയത്ത് ഭയങ്കര ഒരു യൂസബിലിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് നോക്കിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സിങ്കൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കുക്ക് ചെയ്യണമെന്ന് കുക്ക് ചെയ്യാം. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ചെറിയ റൂമാണ്, പക്ഷേ എല്ലാം ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. വലിയൊരു ബാൽക്കണി ഉണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. സോ ദിസ് ഇസ് അവർ റൂം ഫോർ ദ നെക്സ്റ്റ് 3 days. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ സ്ട്രീറ്റാണ് ഗൈസ് ഇത്. ഇവിടെ പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നും തുറന്നിട്ടില്ല. ഞാൻ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഇത് മാത്രമുണ്ട് തുറന്നേക്കുന്നത്. എന്തായാലും പോയി നോക്കാം. അങ്ങനെ വിശന്ന് നടന്ന് മറിഞ്ഞത് ഇവിടെ ഒരു കട കണ്ടുപിടിച്ചു. ഇവിടുന്ന് കുറച്ച് ക്രോസോയും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ. ഞങ്ങൾ ഈ പേസ്ട്രീസ് എല്ലാം ട്രൈ ചെയ്തു. അടിപൊളി രുചി. എന്താ പറയാനുള്ളത്? അടിപൊളി. സോ ക്രിസ്പി ആൻഡ് സോ ടേസ്റ്റി. അല്ലെങ്കിൽ ഫ്രഞ്ച് പേസ്ട്രീസ് എന്ന് പറയാൻ അടിപൊളിയാണല്ലോ അല്ലേ. ആൻഡ് ആ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഗുഡ്, എല്ലാം നല്ലതായിരുന്നു. നമ്മളിപ്പം പാരീസിൻ്റെ സിറ്റി ടൂറിന് വേണ്ടി വന്നതാണ്. ഇതാണ് പാരീസ് അറ്റ് നൈറ്റ്. മഴയൊക്കെ ഉണ്ട്. നമ്മളിപ്പം നേരെ പോകുന്നത് ഈഫിൽ ടവറിൻ്റെ അടുത്തോട്ടാണ്. അവിടെ 20,000 ലൈറ്റ്സിൽ ഇങ്ങനെ ഈഫിൽ ടവർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നമ്മളൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. ഇതാണ് ആർക്ക് ഡി ട്രോംപ്. 1806 നമ്മളുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് പണിതാണ് ഈ സംഭവം. അടിപൊളിയല്ലേ? നമ്മുടെ ഗൈഡ് എന്തൊക്കെയോ പറയാനുണ്ട്. ഇതാണ് ആ സാധനം. നമ്മളിവിടെ ഇറങ്ങുന്നില്ല കാരണം മഴ ആയതുകൊണ്ട്. ഇപ്പം ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. 50 meters നീളമുണ്ട്. This depicts the life of Napoleon Bonaparte from his birth to coronation, അതാണ് marriage and death. Napoleon Bonaparte, by the way, didn't get to see the Arc because he was exiled to Saint Helena in 1815 after he lost the Battle of Waterloo. In 1821 he died. Then this was completed in 1836. 1836 In 1840 Napoleon's remains were removed from Saint Helena and brought back here. They were marched from the Arc and he was buried back in the Saint in the church. There is a Christmas market. I'm not sure if it is open. It is all crowded right now. You can see. So it has all possible shopping. നൈറ്റിലെ പാരീസ് സിറ്റിയുടെ ബ്യൂട്ടിയാണ്. മഴയത്ത് ഉണർന്നു നിൽക്കുന്ന സിറ്റി. അവിടുത്തെ ആർക്ക് ഡി ട്രോംപ്. പിന്നെ ഷോപ്പിംഗ് സ്ട്രീറ്റ്. എന്തായിരുന്നു പറഞ്ഞ ഷോപ്പിംഗ് സ്ട്രീറ്റിൻ്റെ പേര്? അത് തന്നെ, ചാൻസലീസ്. അവിടെ എല്ലാ ഷോപ്സും ഉണ്ട്. നമ്മൾ ദൂരെ കയറുന്ന ഗ്ലിറ്റർ ചെയ്യുന്നതാണ്. അതാണ് ഐഫിൽ ടവർ. അതിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അത് ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ഈഫിൽ ടവറിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ആ സാധനം. ഇവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും നല്ല വ്യൂ ഈഫിൽ ടവറിന് കിട്ടുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇത് മണിക്കൂറിൽ 2 മിനിറ്റ് ഗ്ലിറ്റർ ചെയ്യും ലൈറ്റ്സ്. അത് നമുക്ക് കാണാൻ പറ്റി ബസ്സിൽ ഇരുന്ന്. പക്ഷേ എനിക്കൊരു നല്ല വീഡിയോ അതിൻ്റെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ നമ്മളെല്ലാം സ്വപ്നം കണ്ട, നമ്മളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്ന ആ ഈഫിൽ ടവർ. എന്താണ് മാർക്കുഞ്ഞെ പറയാനുള്ളത്? ഈഫിൽ ടവർ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? വീട്ടിലോട്ട് എടുത്തോണ്ട് പോയാലോ? ആ അത് പോക്കറ്റിലെടുത്തിട്ടോ. ഇത് അവിടെ കുറേ ഈഫിൽ ടവറിൽ നിന്നിട്ട് മിന്നി കളിക്കുന്നുണ്ട്. ഹലോ, അടിപൊളി. വേറെ വൈബാട്ടോ ഇവിടെ. രാത്രി ഇപ്പം എത്ര മണിയായി? 7 മണിയായി. നമ്മൾ ഈഫിൽ ടവറിൻ്റെ രാത്രിയിലെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടി വന്നതാണ്. 25,000 ലൈറ്റ്സ് ആണ് ഈ ഈഫിൽ ടവറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞങ്ങൾ ആ ഈഫിൽ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ ഇവിടെ മുഴുവനും ബ്ലാക്ക്സ്. അവിടെ ഒരുത്തം വന്നിട്ട് ഈ സാധനം കൊണ്ട് തന്നു. എന്നിട്ട് അതിനകത്തൊരു 5 കീ ചെയിനും തൂക്കി. എന്നിട്ട് ഒരു 10 യൂറോ മേടിച്ചു. ഭയങ്കര ലാഭമായിട്ട് നമുക്ക് തോന്നി. ഭയങ്കര സൂപ്പർ ഡീലാണല്ലോ. ഈഫിൽ ടവറിന് ഫ്രണ്ടിൽ നിന്ന് മേടിച്ചാണല്ലോ. പിന്നെ ഒരു 5 മാഗ്നറ്റും തന്നു പുള്ളി. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം. ഈഫിൽ ടവറിന് ഫ്രണ്ടിൽ നിന്ന് മേടിച്ചതാണെന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ നമുക്ക് ഗിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാം. 5 എണ്ണം തന്നു. ഇതിനും 10 യൂറോ മേടിച്ചുള്ളൂ. അടിപൊളി ഡീല് അല്ലേ? സോ ഹിയർ വി ഗോ ആൻഡ് വി ആർ സേയിങ് ബൈ on the first day of our Euro trip from Eiffel Tower. So take care.